So once again, good evening all. So we had a break. നമുക്കൊരു ഓൾമോസ്റ്റ് 1 month നിയർ ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ റീജോയിൻ ചെയ്യുവാണ്. ബ്രേക്കിന് മുന്നേ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വെച്ചാൽ മെയിൻ ആയിട്ട് BC ലേഔട്ട് പ്രിപ്പറേഷനും സ്ട്രക്ചർ മോഡലിംഗ്, അതായത് ഈ ടാബ്സിലുള്ള മോഡലിംഗ് അനാലിസിസ് കാര്യങ്ങളെ പഠിച്ച്, പിന്നെ നമ്മൾ അതിൽ നിന്ന് സ്ലാബ് ഡീറ്റെയിൽ ചെയ്യുന്നത് പഠിച്ചായിരുന്നു. ആഡ്സ് പ്രോ വെച്ചിട്ട് സ്ലാബ് ഡീറ്റെയിലിംഗ്, ഡിസൈൻ ഡീറ്റെയിലിംഗ് അതെല്ലാം കവർ ചെയ്തു. സ്ലാബിന്റെ BBS നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അതൊന്ന് കൂടി റിഫ്രഷ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു മുന്നേ നമുക്ക് ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ബാക്കി ക്ലാസ് കണ്ടിരിക്കാം. ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുന്നത് കാണുവാണെങ്കിൽ ഒന്ന് പറയണേ. ഹലോ, ഓക്കെ. സോ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എന്താണ്? നമുക്ക് ആക്ച്വലി BBS എന്ന് പറയുന്ന ഒരു ടേബിളാണ്. ഞാനത് ഒരു ടേബിൾ സാമ്പിൾ കാണിച്ചത്. ഈ ഒരു ടേബിളാണ് BBS എന്ന് പറയുന്നത്. അതായത് ഒരു റീബാറിന്റെ കുറെ ഇൻഫർമേഷൻ ഉള്ള ടേബിള്. ഇത് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത് എന്നതാണ് മെയിൻ പോയിന്റ്. ഓക്കെ, സോ സൈറ്റില് നമ്മളിപ്പോ സ്ട്രക്ചർ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്തു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സൈറ്റില് നമുക്ക് കുറെ അതിനുവേണ്ടി സപ്പോർട്ട് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് ബാർ ബെൻഡിങ് ഷെഡ്യൂള്. ഇത് ഒരു എല്ലാവരും ഫോളോ ചെയ്യുന്ന എന്ന് ഞാൻ പറയാറില്ല. മിക്ക എഞ്ചിനീയേഴ്സും ജസ്റ്റ് ബേസിക് ഡീറ്റെയിലിംഗ് കൊടുത്ത് നിർത്തും. ചിലപ്പോൾ ക്രോസ് സെക്ഷൻസ് ആയിരിക്കും ഡ്രോയിങ്ങിൽ ഉണ്ടാവുക. അത് കഴിയുമ്പോൾ പിന്നെ അതിന് സൈറ്റിൽ നിൽക്കുന്ന എഞ്ചിനീയർ ആയിരിക്കും BBS പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലെ, അവരത് ചിലപ്പോൾ ഡൈനമിക് ആയിട്ട് ബാർ ബെൻഡിങ് ഷെഡ്യൂളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കാണ്ട് നേരെ ഡ്രോയിങ് നോക്കിയിട്ട് അങ്ങനെ ഇടുന്ന പരിപാടിയും ഉണ്ട്. പക്ഷെ അതിനൊരു ഡ്രോബാക്ക് എന്ന് ഞാൻ പറയുവാണെങ്കിൽ, നമ്മൾ സൈറ്റിൽ ഇപ്പോൾ റീബാർ മുറിക്കുന്നു, പല ബീമിലും പല ലെങ്ത്തിലാണ് ബാർ വേണ്ടി വരാം. സോ ഒരു സൈഡില് ഒരു ബീം വേണ്ടി ഞാൻ 5 മീറ്റർ മുറിച്ചാൽ ബാലൻസ് 7 മീറ്റർ എനിക്ക് അതേ ബീമിൽ തന്നെ മുറിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് 5 and 5 ബാക്കി ബാലൻസ് 2 മീറ്റർ വേസ്റ്റ് വരും. സോ അതിന് പകരം ഈ ബാലൻസ് 7 മീറ്റർ എനിക്ക് അങ്ങനെ തന്നെ വേറൊരു ബീമിൽ യൂസ് ചെയ്യാമെങ്കിൽ, ഞാൻ ഇപ്പോ ഇമാജിൻ ഇത് 4 numbers ഓഫ് ബാർ, 2 numbers at top and 2 numbers at bottom എന്ന രീതിയിൽ ഇടുകയാണ്. അപ്പൊ എനിക്ക് 4 പീസ് ബാർ ഫസ്റ്റ് ബീമിലും 4 പീസ് ബാർ സെക്കൻഡ് ബീമിലും വേണം. ഫസ്റ്റ് ബീമിൽ 5 മീറ്റർ ലെങ്ത്തിന്റെ ബാറുകൾ മതി, സെക്കൻഡ് ബീമിൽ 7 മീറ്റർ ലെങ്ത്. സോ എനിക്കത് ഒരുമിച്ചാക്കിയിട്ട് മുറിക്കാം. 4 ഫുൾ ലെങ്ത് ബാർ എടുത്തിട്ട് 5 മീറ്റർ വെച്ച് മുറിച്ച് എടുത്തിട്ട് അത് ആദ്യത്തെ ബീമിൽ ഇടുക. ബാക്കി വരുന്ന ആ പീസുകൾ അങ്ങനെ തന്നെ സെക്കൻഡ് ബീമിൽ 7 മീറ്റർ ലെങ്ത് ഉള്ള ബീമിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇതാണ് മെയിൻ ആയിട്ട് ബാർ ബെൻഡിങ് ഷെഡ്യൂളിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ബിഫോർ ഹാൻഡ് നമ്മൾ പ്ലാൻ ചെയ്യുവാണ് എവിടെ ഏത് ബാർ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. സോ അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മേജർ ഹൈലൈറ്റ്, നിങ്ങൾക്ക് പ്രൊജക്റ്റിൽ ഒരു 20% പ്രൊജക്ട് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വേസ്റ്റേജ് ഇല്ലാണ്ടാക്കാം. സ്റ്റീലിന്റെ വേസ്റ്റേജ് നമുക്ക് 5% തൊട്ട് നമുക്ക് വേണമെങ്കിൽ 50% വരെ എക്സ്പെക്ട് ചെയ്യാം. അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ പ്രോപ്പർ പ്ലാൻ ചെയ്യാം എങ്ങനെ ബാർ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത്. അതിനുള്ളൊരു ടൂളാണ് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഹെവി പ്രൊജക്ട്സ്, അതായത് 1 crore അബോവ് ബഡ്ജറ്റ് ഉള്ള മിക്ക പ്രൊജക്ട്സിലും ഇതൊരു മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കാര്യമാണ്. സ്മോൾ സ്കെയിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് യൂഷ്വലി നിങ്ങൾ ഇത് കാണത്തില്ല. ഈവൻ എസ്പെഷ്യലി ഇന്ത്യയിൽ, കേരളത്തിൽ നമുക്കത് യൂസ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. പക്ഷേ ഓൺ ഗ്ലോബൽ സ്കെയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ദുബായ്, അബുദാബി, കാനഡ ഒക്കെ ആണെങ്കിൽ അവിടെ ഒരു പ്രൊജക്ട് വിത്തൗട്ട് BBS ഒരിക്കലും സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ അലൗഡ് അല്ല. പ്രോപ്പർ BBS ഉണ്ട്, എന്നിട്ട് മെറ്റീരിയൽ കട്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് സൈറ്റിൽ വരും. ജസ്റ്റ് അസംബ്ലിങ് മാത്രമേ സൈറ്റിൽ നടക്കത്തുള്ളൂ. ഇങ്ങനെയാണ് യൂഷ്വലി കനേഡിയൻ പ്രൊജക്ട്സ് ഒക്കെ നടക്കുന്നത്. എന്നാലും അവിടുത്തെ അതോറിറ്റീസ് അതിനുള്ള സാങ്ഷൻ കൊടുക്കത്തുള്ളൂ. വൈസ് വേഴ്സ നമ്മൾ ഇന്ത്യയിൽ അങ്ങനെയൊന്നും നടക്കാറില്ല, പക്ഷെ അങ്ങനെ വരുമെന്ന് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ക്വാളിറ്റിയുടെ റിക്വയർമെന്റ് അത്രയും അധികം ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒക്കെ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ നിങ്ങളുടെ ഫ്യൂച്ചറിസ്റ്റിക് ഒരു സ്കോപ്പ് കൂടുതലുള്ള ഒരു ആയിട്ടാണ്. ജനറലി സിവിൽ എഞ്ചിനീയറിംഗിൽ QS QCക്കാണ് എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മിക്കയിടത്തും നമ്മൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് കാണുന്നത്. പക്ഷേ QS QCനേക്കാൾ കൂടുതൽ സാലറി വൈസ് ഹൈപ്പ് ഉള്ള ഒരു ഏരിയ ആണ് ബാർ ബെൻഡിങ് ഷെഡ്യൂൾസ്. ആൻഡ് റീസൺ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഞാൻ ആദ്യം കാണിച്ചത് ഒരു ടേബിളാണ്. ഇങ്ങനെ ടേബിൾ സൈറ്റിൽ കൊടുത്ത് പണിയാൻ പറയുമ്പോൾ അവർക്ക് സ്വതവേ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. ഈ ബാറിന്റെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് എവിടെയൊക്കെയാണ് എടുത്തു വെച്ച് ചെയ്യാൻ കുറച്ച് പാട് കാണും. ഞാനൊരു ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ആദ്യം കാണിച്ചു തരാം.
ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സൈറ്റിലേക്ക് കൊടുത്തൊരു ബാർബെൻഡിങ് ഷെഡ്യൂളാണ്. പേടിക്കണ്ട, ഇത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഫുട്ടിങ്ങിന്റെ കമ്പിയാണ്. ഓക്കെ, നമ്മുടെ ഫുട്ടിങ് ഇങ്ങനെ ഇരിക്കുന്നത്, ആ ഫുട്ടിങ്ങിൻ്റെ അകത്ത് കമ്പി. സോ നമുക്ക് ഫുട്ടിങ്ങിന്റെ ബേസ് ഉള്ള സ്ലാബിന് കമ്പി കൊടുക്കണം. അതുപോലെ തന്നെ ഈ കോളത്തിനും ഇതിനടുത്തൊരു സപ്പോർട്ടിംഗ് കോളം ഉണ്ട്, PC1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കണം. ആ കോളത്തിനും പോരാണ്ട് ഈ ബീമിനും കമ്പി കൊടുക്കണം. സോ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്ട്രക്ചർ ഡ്രോയിങ് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം ആദ്യം. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ ഡ്രോയിങ്. സോ ഇതാണ് ആകെ സൈറ്റിൽ കൊടുക്കാനുള്ളൂ. ഇത് ആക്ച്വലി ഒരു കേബിൾ കാറിന്റെ ഫുട്ടിങ്ങിന്റെ, അതായത് കേബിൾ കാറിന്റെ ഡ്രൈവിംഗ് സ്റ്റേഷന്റെ, കേബിൾ കാർ ഓപ്പറേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേഷന്റെ ഫുട്ടിങ്ങിന്റെ ഡ്രോയിങ് ആണ്. സോ ഈ ഒരു സാധനം സൈറ്റിലേക്ക് കൊടുത്താൽ എല്ലാ പ്രശ്നം വെച്ചാൽ അവിടെ നിൽക്കുന്ന എഞ്ചിനീയറിന് ഇത് മനസ്സിലാക്കി അവിടെ നിൽക്കുന്ന എംപ്ലോയീസ്, നമുക്ക് അവിടെ ഹിന്ദിക്കാരാണ് സൈറ്റിൽ നിൽക്കുന്നത്, ഹിന്ദി സ്പീക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലാണ്ട് ഹിന്ദിക്കാർ ആ ഒരു മൈൻഡിലല്ല പറഞ്ഞത്, സോറി, അത് റോങ് കമന്റാ. അതായത് ഹിന്ദി സ്പീക്ക് ചെയ്യുന്ന നമ്മളുടെ കുറച്ച് എംപ്ലോയീസ് ഉണ്ട് അവിടെ. അപ്പൊ അവര് നമ്മളെ ആൾക്കാരായിട്ട്, ഒന്നാമത് ലാംഗ്വേജ് ബാരിയർ ഉണ്ട്, രണ്ടാമത് ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ഡ്രോയിങ് ആണ്. നിങ്ങൾക്ക് അതിനെ കണ്ടിട്ട് പേടിയാവില്ലേ? എനിക്കിത് ആദ്യം കണ്ടപ്പോൾ നന്നായിട്ട് പേടിയായിട്ടോ, ഇതെങ്ങനെ ചെയ്യും വിചാരിച്ചു. സോ ഇങ്ങനെ ഇരിക്കുന്ന ഇത് ഈ ഒരു ഷേപ്പ് ഒരു കമ്പിയുടെ ഷേപ്പാണ്. അതായത് ഈ ഒരു കോളത്തിന്റെ ഹെഡില്, ഇതൊരു കോളാണ്, ഇതിന്റെ ഹെഡിൽ കൊടുക്കുന്ന കമ്പിയാ. ഈ ഡ്രോയിങ് കണ്ടപ്പോൾ നിങ്ങളുടെ കാറ്റ് വീഴല്ലേ? ചെറുതായിട്ട് ഈ ഡ്രോയിങ് നമ്മൾ മോഡൽ ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്. സോ ഇത്രയും ഭംഗിയിൽ നമുക്കിത് കൊടുക്കാം സൈറ്റില്, അല്ലെങ്കിൽ വെറുതെ ഒരു പേപ്പറിലും കൊടുക്കാം. ഈ പേപ്പറിലാണ് കൊടുക്കുന്നെങ്കിൽ സൈറ്റിൽ പണിത് വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ബാറ് ചിലപ്പോൾ തലതിരിഞ്ഞിരിക്കും, പകുതി കഷ്ണമായിട്ടിരിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഫൈനലി നമുക്ക് ആ പ്രൊജക്ട് ഡിസ്മാൻഡിൽ ചെയ്ത് റീബിൽഡ് ചെയ്യേണ്ടി വരും. അത്രയും കോംപ്ലക്സ് ആവും കാര്യങ്ങൾ. അതേസമയം സിമ്പിൾ ആയിട്ട് നമുക്കിങ്ങനെ സൈഡിൽ കൊണ്ടിട്ട് അവർക്ക് ഈ പടം കാണിച്ചു കൊടുത്തിട്ട്, ഇതേ ഇങ്ങനെ കമ്പി ഇടണം ചേട്ടാ, ഇതിൽ ഇത്ര ഇങ്ങനെ വളയ്ക്കണം, ഇങ്ങനെ ഇങ്ങോട്ട് ഇത്രയും വളയ്ക്കണം, ഈ ഫുൾ ലെങ്ത് ഉൾപ്പെടെ എത്ര ആംഗിളിൽ ബെൻഡ് ചെയ്യണം ഉൾപ്പെടെ നമുക്ക് അവർക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. പ്രൊജക്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ ഇത് ആക്ച്വലി ഞങ്ങൾ 1 വീക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. ഈ ഒരു ടവർ ഫുള്ള് 1 വീക്ക് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ 1 വീക്ക് കൊണ്ട് ഇത് തീർക്കാൻ പറ്റും നമുക്ക്. ഈ ഒരു മോഡൽ ഉള്ളതുകൊണ്ട് ഇത്രയും ആക്യുറസിയിൽ നമുക്ക് കാര്യങ്ങൾ സൈറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതല്ല ജസ്റ്റ് ഈ ഒരു ഡ്രോയിങ് വെച്ചിട്ടാണെങ്കിലേ 1 മന്ത് കഴിഞ്ഞാലും അവർക്കവിടെ സൈറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നതിന്റെ ലെവൽ എന്താണെന്ന്. ഓക്കെ, ഇനി ഇത് ഞാൻ പറഞ്ഞ സ്കെയിലിന്റെ, അതായത് എന്തോരം ഇമ്പോർട്ടൻസ് ആണ് BBS, എന്തോരം സ്കോപ്പ് ഉണ്ട് BBS നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിച്ച കാര്യമാണ്. ആക്ച്വലി ഒരു ലൈവ് പ്രോജക്റ്റിന്റെ ആണ്. ഇപ്പോൾ അത് സൈറ്റിൽ നടക്കുവാണ്. ഞങ്ങളുടെ എഞ്ചിനീയർ അവിടെ ഇത് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആളുടെ ഫസ്റ്റ് പ്രോജക്റ്റാണ്. ഇങ്ങനത്തെ പ്രോജക്ട്സ് നമുക്ക് എപ്പോഴും ലൈഫിൽ വരുന്നതല്ല. ഇപ്പൊ വൺസ് ഇൻ എ ലൈഫ് ടൈം പ്രോജക്ട്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചലഞ്ചിങ്ങും അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ ഇങ്ങനത്തെ ഒക്കെ വരുന്നത്. സോ ഇങ്ങനെ വരുന്ന പ്രോജക്ട്സ് നമുക്ക് ടിപ്പിക്കലായിട്ട് ഇത്ര കമ്പനി ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ പലതരത്തിലെ സൈഡ് ആംഗിൾ ബ്രാക്കറ്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പോകുന്നത് നിങ്ങൾക്ക് പേടിയാവും. ഓക്കെ, അത് വേണ്ട. ബട്ട് ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ഈ ഒരു കാര്യം, അല്ലെങ്കിൽ റീബാർ എങ്ങനെ ഇടണം, ജസ്റ്റ് ഒരു സ്ട്രക്ചർ ഡ്രോയിങ് നോക്കിയിട്ട് സൈറ്റിൽ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിന് ഒരു സിമ്പിൾ ടേബിൾ, ഇത്രയും സിമ്പിൾ ആയിട്ട് ടേബിൾ കൊടുക്കാൻ പറ്റുക, അതാണ് BBS. സോ ഇത് പ്രിപ്പയർ ചെയ്യുന്ന എഞ്ചിനീയർ അതേപോലെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത എഞ്ചിനീയറേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ് ഈ ഒരു ജോബ്. കാര്യം ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ഇതിലൊരു സൈൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് സംഭവിച്ചാലാണ് ഉത്തരവാദിത്വം BBS ചെയ്ത ആൾക്കാർക്ക്, സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത ആൾക്ക് പോലും ഉണ്ടാവില്ല. കാര്യം അതിൽ കറക്റ്റായിട്ട് കമ്പി ഇടാനുള്ള റെസ്പോൺസിബിലിറ്റി വരുന്നത് ആൾക്കാണ്. സോ ഇതൊരു സിമ്പിൾ ജോബ് അല്ല. പക്ഷെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻകം എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ഒരിക്കലും ക്ലയന്റ് പറയാൻ പറ്റില്ല ഇത്രയും ഞാൻ നിങ്ങൾക്ക് പേ ചെയ്യുള്ളൂ എന്ന്. പക്ഷെ നിങ്ങൾ പറയുന്നത് ആയിരിക്കും ക്ലയന്റ് പേ ചെയ്യേണ്ടി വരുന്നത്. അത്രയും ലെവലിൽ നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള വർക്ക് ഉള്ളതുകൊണ്ടാണ് അത്രയും പേയ്മെന്റ് നിങ്ങൾക്ക് വരുന്നത്. ഒരു QS/QC എഞ്ചിനീയറിന് കിട്ടുന്നൊരു സാലറിയുടെ ഡബിൾ ട്രിപ്പിൾ സ്കെയിലായിരിക്കും ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന BBS ചെയ്യുന്ന ഒരു എഞ്ചിനീയറിന് വരാൻ പോകുന്നത്. ആ ഡിഫറൻസും ഉണ്ടാവും. ഓക്കെ, റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് ബാർബെൻഡിങ് ഷെഡ്യൂൾ. ഇത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചേക്കുന്ന ഈ ഒരു ഡ്രോയിങ് എന്ന് പറയുന്നത് പഴയ മെത്തേഡാണ്.
ഇപ്പൊ ഞങ്ങൾ അതിന്റെ ഇംപ്രൂവൈസ്ഡ് വേർഷൻ, അതായത് റെവിറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള മോഡലിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. കാര്യം നല്ല ആക്യുറസി കിട്ടും, നമുക്ക് സൈറ്റിൽ കാര്യങ്ങൾ വളരെ എളുപ്പത്തിന് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ബാർബെൻഡിങ് ഷെഡ്യൂൾ ഇപ്പോ ആസ് ഓഫ് നോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യമേ പോയി മോഡൽ ചെയ്യാൻ തുടങ്ങിയാല് ചിലപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് വരും. മോഡലിംഗ് ആക്ച്വലി നല്ല കാര്യമാണ്, നിങ്ങൾക്ക് മനസ്സിലാവും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഒരു ബാർ എങ്ങനെ ക്രോസ് ചെയ്യും, 2 ബാർ ക്രോസ് ചെയ്യുമ്പോൾ ഏത് ബാറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് ആദ്യം പ്രയോറിറ്റി വെക്കേണ്ടത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. പക്ഷേ BBS ബാക്ക്ഗ്രൗണ്ടിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതില് ഇപ്പൊ ഈ ബാർബെൻഡിങ് ഷെഡ്യൂളിനകത്ത് എന്തൊക്കെയാ വരുന്നതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോ ഇവിടെ നമ്മൾ ട്രെയിനിങ് ടൈമിൽ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മീൻസ് ചിന്തിക്കേ വേണ്ട. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആപ്സ് പോലെ ടൂൾ വെച്ചിട്ട് സ്കാൻ ചെയ്ത് BBS ടേബിൾ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. 3Dയിലേക്ക് നിങ്ങൾ അധികം അങ്ങ് പുഷ് ചെയ്യുന്നില്ല. റെവിറ്റിന്റെ ക്ലാസ്സസ് എടുക്കുമ്പോഴത്തേക്കും കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് പറഞ്ഞു തരും. ഓക്കെ, നിങ്ങൾക്ക് ആസ് ഓഫ് നൗ സ്റ്റുഡൻസിന് ഓട്ടോഡെസ്കിന്റെ എല്ലാ പ്രൊഡക്ട്സും ഫ്രീ ഓഫ് കോസ്റ്റ് യൂസ് ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ സിസ്റ്റത്തിന് അതിനുള്ള ഫീച്ചേഴ്സ് ഉണ്ടായാൽ മതി. അതായത് റാമിന്റെയും ബാക്കി ഇന്റേണൽ സ്പെസിഫിക്കേഷൻസ് അവർ പറയുന്ന കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്റ്റുഡന്റ് ID വെച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും ഫ്രീ ഓഫ് കോസ്റ്റ് യൂസ് ചെയ്യാനും പറ്റും. സോ നിങ്ങൾക്ക് ഇതെല്ലാം 3 ബാർ മോഡൽ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി ബാർബെൻഡിങ് ഷെഡ്യൂളിനകത്ത് മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ബാർ മാർക്ക്. ഈ ഒരു ബാർ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഏത് ബാർ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഈ ഒരു സെക്ഷനിൽ നോക്കുവാണെങ്കിൽ 3 numbers of 16, 902. ഈ ഇമേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാം, സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതായത് ഈ ഫുട്ടിങ്ങിന് ഡെപ്ത് 700 കൂടുതലുണ്ട്. സോ അതിന് ബേർ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആ റീഇൻഫോഴ്സ്മെന്റ് 3 എണ്ണം ഉണ്ട്. ഡയ 16 ആണ്, നമ്പർ 902. ഈ നമ്പർ സ്ട്രക്ചർ ഡ്രോയിങ്ങിൽ ഉണ്ടാവത്തില്ല. സ്ട്രക്ചർ ഡ്രോയിങ്ങിൽ ആ നമ്പർ ഉണ്ടാവില്ല, പക്ഷെ BBSൽ ഉണ്ടാവും. BBSൽ ഈ നമ്പർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ബാറ് നമ്മളെ ടേബിളിൽ അലോക്കേറ്റ് ചെയ്യാനാ. ടേബിളിൽ ഏത് ബാറാണ് 902 എന്ന് പറയുന്നത് ഈ ഒരു ബാറാണ്. സോ ആ ബാറിന്റെ ഹാഷ് ഡയ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ്. പല കമ്പനീസും പല രീതിയിലാണ്. ചിലവർ ബൈ യൂസ് ചെയ്യും, ചിലർ 5 യൂസ് ചെയ്യും, അല്ലെങ്കിൽ 6 അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുമായിരിക്കും. ഞങ്ങൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഹാഷ് യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ഡയ ഓഫ് ബാർ, അതാണ് 16. നമ്പർ ഓഫ് മെമ്പർ, ഒരു മെമ്പർ ആണ് 2 മെമ്പർ ആണ്. ഇവിടെ ഇപ്പോൾ ഈ ഫുൾ ഫൂട്ടിങ്ങിനെ ഒറ്റ മെമ്പറായിട്ട് കൺസിഡർ ചെയ്തേക്കുവാണ്, അതുകൊണ്ട് 1 നിർത്തിയേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇൻഡിവിജ്വൽ സെഗ്മെന്റിനെ ഓരോ സെപ്പറേറ്റ് മെമ്പറായിട്ട് കൺസിഡർ, അപ്പൊ 2 ആയിട്ട് എടുക്കും. ബാർ നമ്പർ അപ്പൊ ഇതിന്റെ മാത്രം എടുക്കണം, ഇത് ടോട്ടൽ എടുത്തേക്കുന്നത്. സോ ടോട്ടലി നമുക്ക് 12 ബാർ വരുന്നുണ്ട്. അത് ബാർ നമ്പർ ഇന്ന് മെമ്പർ നമ്പർ ചെയ്തിട്ടാണ് ടോട്ടൽ ബാർസ്. നെക്സ്റ്റ് വരുന്ന ലെങ്ത് ഓഫ് ബാർ, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇങ്ങോട്ട് കിടക്കുന്ന കാര്യങ്ങൾ. സോ ലെങ്ത് ഓഫ് ബാർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്. അതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് IS 2502 എന്ന് പറയുന്ന ഇന്ത്യൻ കോഡാണ്. ഇത് കുറച്ച് പഴയ കോഡാണെങ്കിലും ഇപ്പോഴും എഫക്റ്റീവ്ലി യൂസ് ചെയ്യാവുന്ന ഒരു കോഡാണ്. ഇപ്പോഴും സ്റ്റാൻഡ് വാലിഡ് ആണ്. ഓക്കെ, ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ഈ ടേബിൾ 2 ഒന്ന് ഓർത്ത് വെച്ചേക്കാം, ഇത് നിങ്ങൾ ഇനി കുറെ കേൾക്കാൻ പോകുന്ന ഒരു ടേബിളാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറെ ടേബിൾസ് ഉണ്ട്. ഓരോ ടേബിളിലും ABCDE എന്ന് പറഞ്ഞിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്ത ലെങ്ത്തുകളാണ് നമ്മളുടെ BBSൽ ഇവിടെ കാണുന്നത്. സോ ആ ലെങ്ത്തിലാണ് നമുക്ക് സൈറ്റിൽ അത് ബെൻഡ് ചെയ്യാനുള്ളത്. ഈ ഒരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്താണ് ഇന്ത്യയിൽ BBS ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയത് യു ഷേപ്പ് ബാർ ആണ്. ഈ ടേബിളിനകത്ത് ഈ ഒരു U ബാർ ഉണ്ടോ, L+2B. B എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ, ഇത് സ്ട്രെയിറ്റ് ബാറിന്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ലെഗ് ആണ് B. യൂഷ്വലി B എന്ന് പറയുന്നത് മിനിമം ലെഗും കൊടുക്കാം, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ലെങ്ത്തും കൊടുക്കാം. അത്രയും ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ഞാൻ ബേസിക് പറഞ്ഞു പോകാം. അപ്പൊ അങ്ങനെ ലെഗ് കൊടുത്തേക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ബാറിന്റെ വേസ്റ്റേജ് കൂടി കുറയ്ക്കണ്ടേ. ഇവിടെ നമുക്ക് ചിലപ്പോൾ 500 കൊടുത്താൽ മതി ലെഗ്, പക്ഷെ നമ്മൾ 600 കൊടുത്തു. എന്തുകൊണ്ടാ? മൊത്തം ബാറിന് 12 മീറ്റർ ലെങ്ത് കിട്ടും. അപ്പൊ ഒരു ഫുൾ ബാർ എടുത്താൽ അതിന് ഒരു കഷ്ണം പോലും വേസ്റ്റ് കട്ട് ചെയ്ത് കളയാണ്ട് ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും BBS പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ വേസ്റ്റേജ് കുറയുന്ന രീതിയിൽ ഫോക്കസ് ചെയ്ത് ഡീറ്റെയിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് BBSന്റെ സെക്കൻഡ് ലെവൽ. ഫസ്റ്റ് ലെവൽ നമ്മൾ ഈ ടേബിൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്, അതായത് ഈ ഷേപ്പ് കോഡൊക്കെ നോക്കിയിട്ട്
അതുപോലെ സ്ട്രക്ചർ ഡ്രോയിങ് നോക്കിയിട്ട് ഏത് ടൈപ്പ് ബാർ കൊടുക്കണം എന്ന് ഡിസൈഡ് ചെയ്ത് ഈ ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് വേസ്റ്റേജ് കുറയ്ക്കാനുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് സ്റ്റെപ്പ് ഇത് ഒപ്റ്റിമൈസ് ചെയ്യുക, അതായത് കട്ട് ചെയ്യുന്ന പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മൂന്നും കൂടി വരുമ്പോഴാണ് BBS കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, സോ ഇനി ഇതിനകത്ത് ഈ 600 എന്ന് പറഞ്ഞാൽ ബിയും സിയും ആണ്. അതാണ് നമ്മൾ അവിടെ 2B എന്ന് പറഞ്ഞ് കണ്ടില്ലേ, ആ 2 ലെഗുകൾ. പിന്നെ ഫുൾ ലെങ്ത്, ഈ ലെങ്ത് എടുത്തേക്കെന്ന് വെച്ചാൽ ഒരു ഫുട്ടിങ്ങിന്റെ ടോട്ടൽ ലെങ്ത് മൈനസ് കവർ മാത്രം മൈനസ് ചെയ്താൽ മതിയോ, SFR കുറയ്ക്കണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂടി കുറയ്ക്കണോ എന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് 3Dയിലേക്ക് പോകുന്നത്. അപ്പൊ കവർ മാത്രം ചിലപ്പോൾ കുറച്ചാൽ പോരാ, SFR വരുന്നുണ്ടാവും, SFRന്റെ ഡയ കുറയ്ക്കണമായിരിക്കും. അങ്ങനത്തെ കുറച്ച് ക്ലാഷസ് നമ്മൾക്ക് ഫേസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം BBS ആ. ഇത് വിഷ്വലൈസ് ചെയ്യാം വിത്തൗട്ട് ഡ്രോയിങ് അല്ലെങ്കിൽ മോഡൽ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ലെവൽ ഓഫ് ക്രിയേറ്റിവിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. അത്ര ഇമാജിനേഷൻ പവർ ഉള്ളവർക്ക് ഇത് വിത്തൗട്ട് മോഡലിംഗ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ബാറ് ഇതിനകത്ത് വരുവാണെങ്കിൽ ഈ ഒരു ബാറാണ്, 600 ലെഗ് വരുന്നു. അതുപോലെ യു ബാർ ഫുൾ ലെങ്ത്തിൽ വന്നിട്ട് അതിന്റെ സൈഡിൽ ഫുട്ടിങ്ങിന്റെ കവർ കൊടുത്തേക്കുന്നു. കവർ വരുന്നുണ്ട്, SFR വരുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഈ ലെഗുകൾ നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് ക്രോസ് ചെയ്യണമെന്നില്ല, നമുക്ക് ഫുട്ടിങ് ആണെങ്കിൽ മിനിമം ലെഗ് കൊടുത്താൽ മതി, ഇതിപ്പോ തമ്മിൽ മുട്ടാതിരിക്കും. അപ്പൊ എന്താ പ്രശ്നം വരുമെന്നറിയോ, ഈ SFR ടൈ ചെയ്യാൻ പറ്റില്ല സൈറ്റിലേക്ക്. SFR എയറിൽ നിൽക്കും, SFR എയറിൽ നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ബോട്ടം ബാർ മുകളിലേക്ക് അല്ലെങ്കിൽ ടോപ്പ് ബാർ താഴത്തേക്ക്, അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ ചെയ്യും. ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസ് എടുത്തേക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ആ 12 മീറ്ററിൽ നിർത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ കൂടുതൽ ഡിസ്റ്റൻസ് എടുത്തെന്ത് പറ്റും, 60 സെന്റിമീറ്ററിൽ കൂടുതൽ ഞാൻ ലെഗ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് 12 മീറ്ററിൽ കൂടുതൽ ബാർ ലെങ്ത് വേണ്ടി വരും, അപ്പൊ ലാപ്പ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഫുട്ടിങ്ങിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലിൽ താഴെ ഒരുപോലെ ലെഗ് വരുന്ന രീതി ചെയ്തു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു BBSൽ നമ്മൾ തന്നെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്തു. സെക്കൻഡ് ഇപ്പോൾ നമ്മൾ തന്നെ വേസ്റ്റ് കുറയ്ക്കാൻ പ്ലാൻ ചെയ്തു. തേർഡ് ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, അതായത് നമ്മൾ അതിനൊരു പാറ്റേൺ കട്ടിങ് എടുക്കും. ഇതിപ്പോ ഒരു പാറ്റേൺ കട്ടിങ് ചെയ്തേക്കുവാണേ. L1, L2, L3 എന്ന് പറയുന്നത് 3 ലെങ്താണ്. ഒരു 12 മീറ്റർ ബാർ ഞാൻ എടുക്കുവാണെങ്കിൽ അതിൽ L1, L2, L3 ഓരോന്ന് വെച്ച് കട്ട് ചെയ്യാം. അങ്ങനെ 2 സെറ്റ് എനിക്ക് കട്ട് ചെയ്താൽ ഇത്രയാണ് എനിക്ക് ടോട്ടൽ ലെങ്ത് വരാം. അതിൽ എത്ര വേസ്റ്റേജ് വരും എന്ന് കാണാം. ഇതിൽ നമുക്ക് വേസ്റ്റേജ് ഒഴിവാക്കാം. ഇതിലേതെങ്കിലും ഒരു ബാറിന് കൂടുതൽ ലെങ്ത് എടുക്കാം നമുക്ക്, എന്നിട്ട് നമുക്ക് 12 മീറ്ററിൽ നിർത്താവുന്നതാണ്. അങ്ങനെ ഒരു കട്ടിംഗ് പാറ്റേൺ ഫോം ചെയ്യാം. ഇതിനൊരു സെപ്പറേറ്റ് ടൂൾ ഉണ്ട്, ഒപ്റ്റമാക്സ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, സോ നിങ്ങൾക്ക് BBSനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുക എന്നതാണ് മെയിനായിട്ട് BBS വരാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത്, ഈ പ്രോസസ്സ് എനിക്കറിയാം കുറച്ച് ടയറിംഗ് ആണ്, ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മൾ ആസ്ട്രോന്റെ അകത്ത് BBS ചെയ്യാനുള്ള ഒരു ടൂൾ വെച്ചേക്കുന്നത്. ഇപ്പൊ നമുക്ക് ബീമിനും സ്ലാബിനും കോളത്തിനും നിങ്ങൾ ആരും ആസ്ട്രോ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തില്ലാന്ന് തോന്നുന്നു. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 50 days ഫ്രീ ട്രയൽ ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡന്റ് ID തരും. അപ്പൊ അത് നിങ്ങൾ സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ മെയിൽ IDയിലേക്കായിരിക്കും നിങ്ങളുടെ IDയും പാസ്വേഡും കൊടുക്കുക. ഓക്കെ, അതുപോലെ ഈ ID ആൻഡ് പാസ്വേഡ് ഈ ഒരു സ്റ്റുഡന്റ് അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് വാലിഡ് ആയിരിക്കുള്ളൂ. അത് കഴിയുമ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ സ്ലാബിനാണെങ്കിൽ നിങ്ങൾ ഡിസൈൻ ആൻഡ് ഡീറ്റെയിലിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഒരു BBS സ്കാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ BBS എടുക്കാൻ പറ്റും. അത് ഞാൻ ഈ ഒരു ക്ലാസ്സിന്റെ ടുവേർഡ്സ് എൻഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ബേസിക്സ് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറയുന്നതിൽ ഫസ്റ്റ് അതിന്റെ യൂസ്, അത് സൈഡിൽ നമുക്ക് വർക്കേഴ്സിന് മനസ്സിലാവുന്ന സിംപ്ലിഫൈഡ് ഫോമില്, അതായത് ഒരു കോംപ്ലക്സ് സ്ട്രക്ചറൽ ഡ്രോയിങ്ങിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത്, ഇത്രയും കോംപ്ലക്സ് ആയ ഡ്രോയിങ്ങിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അവർക്ക് സിമ്പിൾ ആയിട്ടൊരു ടേബിൾ ഫോർമാറ്റിൽ കൊടുക്കുന്നു. അപ്പൊ അവർക്ക് ഈ പടത്തിൽ നോക്കിയിട്ട് ഓരോ ബാർ മാർക്ക് നോക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാർ എടുത്ത് മുറിച്ച് ബെൻഡ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ടൈ ചെയ്ത് വെക്കാം. അതിനാണ് നമ്മൾ BBS മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എറർ കുറയ്ക്കാം. പിന്നെ നമുക്ക് സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റി ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് അതിനകത്ത് റീബാർ കൊടുക്കുന്നതാണ്.
പ്രോപ്പറായിട്ട് കൊടുത്തില്ലെങ്കിൽ ആ സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത് തന്നെ അത് അഫക്ട് ചെയ്യും. പിന്നെ മെറ്റീരിയൽ വേസ്റ്റേജ് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ഇത് പ്രൊജക്ടിന്റെ കോസ്റ്റിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. ഇപ്പൊ 50% ഒക്കെ റീബാർ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊജക്റ്റിൽ ലാഭം എന്ന് പറയാൻ ഒന്നുമില്ല. ആ പ്രൊജക്ടിന്റെ കോസ്റ്റ് ഇപ്പൊ നമ്മൾ 15 അല്ല ഒരു 50 lakhsന് ഡിസ്റ്റൻസ് ചെയ്ത ഒരു ബഡ്ജറ്റ് ചെയ്ത ഒരു പ്രൊജക്ട് നമുക്ക് ചിലപ്പോൾ 65 lakhs ആകും ഫൈനൽ എക്സ്പെൻസ് വരുമ്പോൾ. അത് മെയിൻലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്റ്റീൽ. ചെറിയ പ്രൊജക്ട്സിനേക്കാൾ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ലാർജ് സ്കെയിൽ പ്രൊജക്ട്സിലാണ്. പക്ഷെ ചെറിയ പ്രൊജക്ട്സിൽ നമുക്ക് കുറച്ച് കാണണ്ടാവും. ഇപ്പൊ ഒരു വീട് പണിയാന്ന് പറയുന്നത് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് അവര് ബഡ്ജറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് BVS ചെയ്തിട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ നമ്മൾ ബാർ കട്ട് ചെയ്യുന്നതിന് മാനുവൽ മെത്തേഡ്സ് ഉണ്ട്, ഓഫ് സൈഡ് മെത്തേഡ്സ് ഉണ്ട്. മാനുവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈറ്റിൽ സിമ്പിളായിട്ട് അവര് മെഷീൻസ് വെച്ചിട്ട് കട്ട് ചെയ്യും. ഒന്നില്ലെങ്കിൽ മെക്കാനിക്കൽ മെഷീൻസ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇലക്ട്രിക്കൽ മെഷീൻസ്, അല്ലെങ്കിൽ നമ്മൾ ബൈ മാനുവൽ ഫോഴ്സ് യൂസ് ചെയ്യുന്ന മെഷീൻസ്. പിന്നെ വരുന്നത് ബെൻഡിങ്. ഇതും സൈറ്റ് ചെയ്യാറുണ്ട്. മെഷീൻസ് വെച്ചിട്ടും നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലാണ്ട് ഫാക്ടറീസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഈ ഒരു ബാർ ബെൻഡിങ് ഷെഡ്യൂളിലെ ടേബിള് സൈറ്റിലേക്ക് നമുക്ക് മിക്ക ഫാക്ടറീസും ലാർജ് സ്കെയിൽ ഫാക്ടറീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് ഇത് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് സൈറ്റിലേക്ക് ബണ്ടിൽസ് ആയിട്ട് ഡെലിവർ ചെയ്യും. സോ ജസ്റ്റ് ആ ബണ്ടിലിൽ നിന്ന് എടുത്ത് നമുക്ക് ഇവിടെ സൈറ്റിൽ പ്ലേസ് ചെയ്ത് ടൈ ചെയ്താൽ മതി. കുറച്ചും കൂടി ഈ സൈറ്റിലെ റീബാർ വർക്ക് സിംപ്ലിഫൈ ചെയ്യാനും അതിന്റെ സ്പീഡ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ലാർജ് സ്കെയിൽ പ്രൊജക്ട്സിലൊക്കെ നമുക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ യൂഷ്വലി ഒരു 1.5 ടൺസിന് മേലേക്ക് വരുമ്പോഴാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവർക്ക് ഇളവ് ചെയ്ത് തരാൻ പറ്റുക. അതും ഡിസ്റ്റൻസ് ഫ്രം ഫാക്ടറി മാറ്റർ ചെയ്യും. ഓക്കെ. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ടൈ ചെയ്യാം. നമുക്കത് മാനുവലായിട്ടും ടൈ ചെയ്യാം, മെഷീൻസും ഉണ്ട്, ഗണ്ണ് പോലെ ചെറിയ മെഷീൻസും ഉണ്ട്. നമുക്കിപ്പോ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സ്റ്റാപ്ലർ അടിക്കത്തില്ലേ പേപ്പറിന്, അതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതിൽ ലേബറിന്റെ നമ്പർ ഓഫ് ലേബർ വർക്കിംഗ് നമുക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും ഇങ്ങനെ മെഷീൻസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ബീമിന്റെയും കോളത്തിന്റെയൊക്കെ BVSന്റെ പിക്ചേഴ്സ് ആയിട്ടിരുന്നത്. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ്. സോ കുറച്ച് ഗൂഗിൾ ചെയ്യാൻ നോക്കുക. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കുറച്ച് ബീമിന്റെയും സ്ലാബിന്റെ ഒക്കെ ഡീറ്റെയിലിംഗ് എടുത്ത് നോക്കുക. ഇനി ഗൂഗിൾ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി പറയുവാണ്, SP34 IS കോഡിന്റെ SP34 ST1987 ഈ ഒരു കോഡ് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് എലമെന്റിന്റെ, ഇത് സ്റ്റെയർ കേസിന്റെ ഡീറ്റെയിലിംഗ്, ഇതുപോലെ എന്തിന്റെയും നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് കിട്ടും. ഇത് ചുമ്മാ എടുത്ത് വെച്ച് നോക്കി പഠിച്ചാൽ മതി. കാര്യം മിക്കവാറും സ്ട്രക്ചർ ഡ്രോയിങ്സിൽ ചിലപ്പോൾ തരുന്നൊരു സാധനമാണ് ക്രോസ് സെക്ഷൻ. അതൊരു ഇതുണ്ടോ, ഇതുപോലെ ഒരു സെക്ഷൻ മാത്രമേ തരത്തുള്ളൂ. അപ്പൊ ഇതിലെങ്ങനെ കമ്പിയിടണം അറിയത്തില്ല. അപ്പൊ അതിന് നേരെ പോയിട്ട് ഇതിനകത്ത് ഫുട്ടിംഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. ഇതിനകത്ത് ഫുട്ടിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഫുട്ടിങ്ങിന്റെ കണ്ടോ എങ്ങനെ കമ്പിയിടണം എന്നുള്ളത് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ഫുട്ടിങ്ങിന്റെയും അവര് ഒരു സാമ്പിൾ വെക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതിന്റെ കോമ്പിനേഷൻസ് ആണ് കൂടുതലും വരാറുള്ളൂ. ഇത് TVMന്റെ ആണ് സെക്ഷൻ വന്നേക്കുന്നത്. അങ്ങനെ ഓരോന്നിനും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ഇതെല്ലാം കാണാപ്പാടം പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ പഠിച്ചോളൂ. അതുകൊണ്ട് അതുവരേക്കും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന 2 കോഡാണ് SP34 IS2502. ഇത് കൂടാണ്ട് നമ്മളുടെ IS456 ഡെവലപ്മെന്റ് ലെങ്ത് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്, അതും പഠിക്കാൻ നോക്കും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് BVS ചെയ്യാൻ പറ്റും. ആദ്യമേ തന്നെ ഇതെല്ലാം കാണാതെ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയത്തില്ല. ഞാനൊരു 3-4 കൊല്ലം കൊണ്ടാണ് ഈ ലെവലിലേക്ക് ഞാൻ എത്തിയേക്കുന്നത്. അതുവരേക്കും ഞാൻ കുറെ മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, രണ്ടാമത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ എൻ്റയർ BVS ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്ഷൻ ചെയ്യേണ്ടി വരും. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. പിന്നെ രണ്ടാമത് അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. എന്നാൽ പോലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇതൊക്കെ നമുക്ക് സ്വാഭാവികം പ്രാക്ടീസ് ചെയ്താണ് ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് ആരും BVS എക്സ്പേർട്സ് ആവത്തില്ല. ഓക്കെ. ഇനി ഞങ്ങള് ചെയ്ത ആഡ്സ്പ്രോന്ന് കിട്ടുന്ന ഒരു BVS ടേബിളാണ് പറയുന്നത്. ഈ കാണുന്നത് ഇതിനകത്ത് വെയിറ്റും അവർ ഓട്ടോമാറ്റിക്കലി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി BVS ഒരു പ്രൊജക്റ്റിന് ചെയ്ത് കാണിച്ചു തരാവേ. ഒരു സാമ്പിൾ ഫയൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കാണിച്ചു തരാം.
ഇത്രയും സിമ്പിൾ പരിപാടിയാ. ഇത്രയും കഥ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞെന്ന് വെച്ചാൽ ഇതിന്റെ ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തൊക്കെ ഉപകാരം ഉണ്ടാവും മനസ്സിലാവാൻ വേണ്ടി കൂടിയാണ്. ഓക്കെ, ഞാനിപ്പോ ഒരു സ്ലാബിന്റെ ഡീറ്റെയിലിംഗ് എടുത്തേക്കും അവിടെ. അപ്പം ഞാൻ സേവ് ആസ് ചെയ്തേക്കട്ടെ. ഇത് ആദ്യം നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് കഴിഞ്ഞ് കിട്ടുമ്പോൾ ഈ ഒരു ലെവലിലായിരിക്കും. ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെറ്റിങ്സിന്റെ അകത്തെ ഈ സ്ലാബ് ഡിസൈൻ അല്ല, ഡീറ്റെയിലിംഗിന്റെ സെറ്റിങ്സിന്റെ അകത്ത് BBSന് വേണ്ട ഒരു ഒറ്റ കാര്യം എഴുതിയിട്ടുണ്ട്. അതൊന്ന് നിങ്ങളുടെ എഞ്ചിനീയറെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ശേഷം മാത്രം അത് ഡീറ്റെയിലിംഗ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതായത് L ബെൻഡ് ലെങ്ത്. ഈ ഡ്രോയിങ്ങിൽ ഇതിനൊരു L ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? കണ്ടോ? ഈ L ബെൻഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് എത്ര ലെങ്ത്തിൽ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇത് ഓരോ ബാറിനും ഡയമീറ്റർ അനുസരിച്ച് മാറും. മിനിമം ലെഗ് എന്നാണ് അതിനെ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടേബിൾ 2 യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജനറലി ഒരു ഹുക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബെൻഡ് കൊടുക്കുമ്പോൾ 4D മിനിമം കൊടുക്കണം എന്ന് പറയുന്നത്. ഈ 4D എന്ന് പറയുന്നതിന്റെ താഴത്തോട്ട് KDയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ലെഗ് കൊടുക്കുന്നത്. സോ 4D + KD ആണ്. K എന്ന് പറയുന്നത് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്. ആസ് ഓഫ് നോ നിങ്ങളോട് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രേഡ് ഓഫ് സ്റ്റീല് 415നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന കോഡ് 1786 ആണ്. ആ ഒരു കോഡ് അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്ന K വാല്യൂസ് 3, 4 and 6 ആണ്. സോ അതിൽ യൂഷ്വലി ഞങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് 4 ആണ്. സോ ദിസ് ഇസ് 8 ടൈംസ് ഡയ. ഒന്നില്ലെങ്കിൽ 8 ടൈംസ് ഡയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നത് ഇവിടെ ഓരോ ഡയമീറ്റർ ഓഫ് ബാർ കൊടുത്തിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് ബാർ വേഴ്സസ് ദി ഗ്രേഡ് ഓഫ് സ്റ്റീൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ 8 mm ഡയ അപ് ടു 12 mm ഡയ നമുക്കിത് 75 mm കൊടുത്താൽ മതി. ഇൻ കേസ് നിങ്ങളുടെ സ്ലാബിൽ 12 mm കൂടുതൽ ഡയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ ലെഗിന്റെ സൈസ് മാറ്റി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ 75 വെച്ച് എപ്പോഴും ഡീറ്റെയിൽ ചെയ്യാം. അല്ലെങ്കിൽ മാനുവലി ഇത് കറക്റ്റ് ചെയ്ത് തന്നെ ഒരു 1-2 മണിക്കൂർ പോകുന്നു. ഓക്കെ, പിന്നെ ഇതിനകത്ത് കണ്ടോ ലൈൻസ് ഒക്കെ സ്പ്ലിറ്റ് ആയി കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ അത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അവര് അറിയാണ്ട് എക്സ്പ്ലോഡ് ചെയ്ത് പോയിട്ടുണ്ടാവാം. പിന്നെ അതിനകത്ത് ഈ ടെക്സ്റ്റ് ഒക്കെ മിസ്പ്ലേസ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവാം. അങ്ങനെ കുറച്ച് കറക്ഷൻസ് ഒക്കെ നമ്മൾ ഫോർമാറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യണം. കാരണം പ്രോപ്പർ ഫോർമാറ്റ് അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ കൺഫ്യൂസ്ഡ് ആവും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റിംഗ്, അതായത് ലൈൻസ് എല്ലാം പോളിലൈൻ ആയിരിക്കണം. സോ പോളിലൈൻ അല്ല ലൈന കിടക്കുന്നെങ്കിൽ ജസ്റ്റ് ജോയിൻ കമാൻഡ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത് ഓരോന്നിനും പോയി നിങ്ങൾ ചെയ്യണ്ട, ജസ്റ്റ് സെലക്ട് സിമിലർ കൊടുക്കുക. ഓട്ടോക്യാഡിൽ വരാം, 1-2 ബാർ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് സിമിലർ കൊടുത്തിട്ട് നോക്കുക. ഈ ആവശ്യമില്ലാത്ത പോർഷൻസിൽ ആ ബാർ വരുന്നുണ്ടെങ്കിലേ ഷിഫ്റ്റ് ഞെക്കിയിട്ട് ഒന്ന് അൺസെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം എൻ്റർ, അതായത് ജോയിൻ എൻ്റർ കൊടുക്കുക. ഒറ്റയടിക്ക് ജോയിൻ ആയിക്കോളും. ഓരോന്നും പോയി നിങ്ങൾ കറക്റ്റ് ചെയ്യണ്ട. പക്ഷെ എനിക്കിതിങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ലെങ്ത് തെറ്റാണെങ്കിൽ ഓരോന്നിന്റെ ഇരുന്നിട്ട് ലെങ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനാണ് ഞാൻ സമയം പോകുമെന്ന് പറഞ്ഞത്. സോ അത് ഡീറ്റെയിലിംഗ് ടൈമിൽ തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു PDF വന്നിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് BC ലേഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ആ BC ലേഔട്ട് വെച്ചിട്ടാണ് നിങ്ങൾ ഡീറ്റെയിൽ ചെയ്യേണ്ടത്. ഡീറ്റെയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതേ ഡീറ്റെയിലിംഗ് എടുത്തിട്ടാണ് നിങ്ങൾ സ്ലാബിന്റെ BBS ചെയ്യാൻ പോകുന്നത്. സോ സ്ട്രക്ചർ ഡിസൈൻ ഇൻട്രസ്റ്റഡ് അല്ലാത്ത ആരെങ്കിലും BBS അല്ലെങ്കിൽ PM സൈഡ്, പ്രൊജക്ട് മാനേജ്മെന്റ് സൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ BBS വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ അതിനുള്ള ഒരു സാമ്പിൾ ഫയൽ നിങ്ങൾക്ക് തരാം. അതിനകത്ത് BBS ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫയലിൽ നിന്നായിരിക്കണം ഇതിന്റെ ഡീറ്റെയിലിംഗും BBSും ചെയ്യേണ്ടത്. ഓക്കെ, ഇനി BBS ചെയ്യുന്നതിന് തൊട്ട് മുന്നേ പ്രോപ്പർട്ടീസ് ഫിക്സ് ചെയ്യണം. ഇതിലെ ആംഗറേജ് ഫാക്ടർ, അതുപോലെ തന്നെ ആംഗറേജ് കറക്ഷൻ ഫാക്ടർ യൂഷ്വലി 50 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ചേഞ്ച് ചെയ്യാം. റെഫർ കോഡ് ആൻഡ് ചേഞ്ച് ഇറ്റ്, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ഓരോ ഗ്രേഡ് മാറുമ്പോൾ ഡയ ഓഫ് ബാർ മാറുമ്പോഴൊക്കെ ഈ വാല്യൂസ് മാറും. ആസ് ഓഫ് നോ 8 mm ഡയ ബാറിന് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് 50 ആണ്. ഇനി ബെൻഡ് ലെങ്ത് ഞാൻ പറഞ്ഞു IS
2502 അനുസരിച്ച് എത്രയാണോ മിനിമം ലെങ്ത് കൊടുക്കേണ്ടത് അത്രയും. ഈ 7.5 സെന്റിമീറ്റർ എന്ന് പറയുന്ന സൈറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ 80, എന്നാലും പ്രശ്നമില്ല. പിന്നെ ലാപ്പിംഗ് ലെങ്ത്, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ലാപ്പ് ലെങ്ത് ടേബിളിൽ ആഡ് ആവും, ഡ്രോയിങ്ങിൽ വരത്തില്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൂ ആക്കി വെച്ചിട്ട് ചെയ്യാം സ്കാന്. പക്ഷെ സ്ലാബിന്റെ കേസിൽ ഇതിന്റെ ആവശ്യം വരാറില്ല, അതുകൊണ്ട് ഞങ്ങളിത് ഫോൾസ് കീപ്പ് ചെയ്യാറ്. ഇനി അടുത്തതിന് മാറ്റുന്ന എക്സ്പോർട്ട് ടു, നമ്മൾ ഫൈനൽ റിസൾട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഓപ്ഷനാ. അതിപ്പം മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഫൈനൽ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ മാറ്റിയാൽ മതി. ഇനി അടുത്തതെന്ന് വെച്ചാൽ റീഇൻഫോഴ്സ്മെന്റ് ടാഗ്. ആ തന്നിരിക്കുന്ന സ്ട്രക്ചറൽ ഡ്രോയിങ്ങിൽ അവർ റീബാറിനെ എങ്ങനെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്, ഞങ്ങളിവിടെ ഹാഷ് യൂസ് ചെയ്യുന്നത്, സോ ഹാഷ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ അടുത്ത് വരുന്ന ഷേപ്പ് കോഡ്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് BS കോഡിനാണ്. ഇന്ത്യൻ കോഡ് കഴിഞ്ഞാൽ BS കോഡാണ് ഈ ഒരു സോഫ്റ്റ്വെയർ അഡാപ്റ്റ് ചെയ്യുന്നത്. ഇത് കാനേഡിയൻസിനും യൂസ് ചെയ്യാം, യൂറോപ്യൻസിനും യൂസ് ചെയ്യാം. അവരൊക്കെ BSന്റെ വേർഷൻസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ. ഓക്കെ, അതൊന്ന് എൻഷുർ ചെയ്യണം. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, അവർ ഫോളോ ചെയ്യുന്ന കോഡ് ഏതാണ് എന്ന് നോക്കിയിട്ട് വേണം ഇത് സെലക്ട് ചെയ്യാൻ. പിന്നെ ബാർ മാർക്ക്, നേരത്തെ ഞാൻ കാണിച്ചു, ഒരു ഡ്രോയിങ്ങിൽ 900 ബാർ മാർക്ക് വരുന്നു, ഒരെണ്ണത്തിൽ 500 വരുന്നു. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ബാറിന്റെ സ്പേസിംഗ് ആയിട്ട് ഇതിനെ കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 500 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് 1000 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, ബട്ട് ബെറ്റർ നോട്ട് സ്റ്റാർട്ട് വിത്ത് 1, 2, 3 എന്നും പറഞ്ഞൊന്നും സ്റ്റാർട്ട് ചെയ്യരുത്. കാര്യം അത് കൺഫ്യൂസിങ് ആണ്, ബാറിന്റെ നമ്പറും അതുപോലെ തന്നെ സ്പേസും ആയിട്ട് കൺഫ്യൂസ് ചെയ്യും. സോ ബെറ്റർ ഒരു 300 എബവ് സ്പേസിങ്, അല്ലെങ്കിൽ അങ്ങനെ താഴെ ബിലോ സ്പേസിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ 500 നിങ്ങൾ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ 1000 നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷെ ഇത് കൺഫ്യൂസിങ് ആയിരിക്കരുത്. ഇനി ടോപ്പ് ബാർ സിംഗിൾ ബാർ ആയിട്ടാണോ വയ്ക്കുന്നത് അല്ലെങ്കിൽ ഡബിൾ ബാർ ആയിട്ടാണോ, ട്രൂ കൊടുത്താൽ നമുക്ക് അങ്ങനെ. യൂഷ്വലി ഇത് ട്രൂ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്കാൻ ചെയ്ത്. നിങ്ങൾ അതിൽ ഇനി ആദ്യം ആലോചിച്ച് സങ്കടപ്പെടണ്ട. ഇനി FYന്റെ വാല്യൂ, അത് നിങ്ങളുടെ സ്ട്രക്ചർ ഡ്രോയിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രക്ചർ ഡിസൈൻ ആൻഡ് ഡീറ്റെയിലിംഗ് ചെയ്തപ്പോൾ ഏത് ഗ്രേഡ് സ്റ്റീലാണ് ഓപ്റ്റ് ചെയ്തത്, സെയിം ഗ്രേഡ് സ്റ്റീൽ. ഓക്കെ, പിന്നെ വരുന്നത് റീഇൻഫോഴ്സ്മെന്റ് ലെയറും ഡയമെൻഷണൽ ലെയർ ഏതാണ്, അത് ഡ്രോയിങ്ങിൽ നോക്കണം. സ്ലാബിന് ടോപ്പ് ബാർ, എനിക്ക് ടോപ്പ് ബാർ എന്ന് പറഞ്ഞ ലെയറിലാണ് കിടക്കുന്നത്. ഇത് തന്നെ ഇപ്പുറത്ത് എനിക്ക് റീബാർ കാണിച്ചേക്കുന്നത് സ്ലാബ് ബോട്ടം ബാർ എന്ന് പറയുന്നതാണ്. സോ ഇത് ബോട്ടം ബാറും ടോപ്പ് ബാറിന് 2 ലെയറാണ് കൊടുത്തേക്കുന്നത്. ഡയമെൻഷൻസിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഇത് അലൈൻഡ് ഡയമെൻഷൻ ആയിരിക്കണം. ഇതിന്റെ നോഡും റീബാർ ലൈനും ഇന്റർസെക്ട് ചെയ്യണം. നോഡ് എന്ന് പറയുന്നത് ഈ ഒരു വട്ടമാണ്. സോ ഈ നോഡിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. സോ ഈ നോഡ് കറക്റ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ ഈ ബാർ ഒരിക്കലും റീഡ് ചെയ്യത്തില്ല, അതൊരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഒന്നിൽ കൂടുതൽ ലൈൻ ഒരു ഡയമെൻഷൻ ലൈനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഈ ബാർ ഒരു ഡയമെൻഷൻ ലൈനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും നമ്പർ എടുക്കുക. ഈ ഒരു സ്പേസിങ്, അതായത് 300 സ്പേസിംഗിൽ ഈ ഒരു ബാറും അടുത്ത 300 സ്പേസിംഗിൽ ഈ ഒരു ബാറും കൊടുക്കും. ഇവിടെ 150 സ്പേസിംഗ് ആണെങ്കിൽ ട്വൈസ് സ്പേസിംഗിലായിരിക്കും ഈ ഒരു ബാർ കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അത് ഇപ്പോഴോട് കണ്ടിന്യൂ ചെയ്യേണ്ടതാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിനകത്ത് ബോട്ടം ബാറിന്റെ ആണ് കിടക്കുന്നത്. സോ നമ്മൾ ആദ്യം ബോട്ടം ബാർ സ്കാൻ ചെയ്തിട്ട് ടോപ്പ് ബാറിലേക്ക് പോവാം. ഓക്കെ, പ്രോപ്പർട്ടീസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട്, ഹുക്ക് ലെങ്ത് ഫിക്സ് ചെയ്യാൻ അങ്ങനെയൊക്കെ. തൽക്കാലത്തേക്ക് നിങ്ങൾ അതൊന്നും ഇപ്പൊ മാറ്റി പഠിക്കണം എന്നില്ല. അത് ഇതിന്റെ ഹയർ ലെവലായിട്ട് നിങ്ങൾ വൺസ് പ്രാക്ടീസ് ചെയ്ത് ആഡ്സ് പ്രോ ആയിട്ട് ഫെമിലർ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇതൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ മാറ്റണം എന്നറിയാൻ ഇവിടെ ഒരു ഹെൽപ്പ് ഡോക്യുമെന്റ് ഉണ്ട്, എടുത്ത് നോക്കിയാൽ മതി. അതിലും മനസ്സിലായില്ലെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ, ഞാൻ എപ്പോഴായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തോളാം. ഓക്കെ, ബേസിക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പ്രോപ്പർട്ടീസ് ഫിൽ ചെയ്യണം, അത് കഴിയുമ്പോൾ സ്കാൻ ഡ്രോയിങ് ചെയ്യണം. ഇപ്പൊ ഞാൻ സ്കാൻ ചെയ്യുന്നതിന് മുന്നേ ഇതിനൊരു കോപ്പി എടുക്കട്ടെ. ഇത് കറക്ഷൻസ് ഒക്കെ കഴിഞ്ഞൊരു ഡ്രോയിങ് കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ആദ്യം പറഞ്ഞു ലൈൻസ് ഒക്കെ ജോയിൻ ചെയ്യണം, അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഡയമെൻഷൻ ലൈനൊക്കെ കറക്റ്റ് ചെയ്യണം, നോഡ് ഒക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ഡയറക്റ്റ് ഫ്രം ഡീറ്റെയിലിംഗ് നമുക്ക് സ്കാൻ ചെയ്യുന്നതിൽ കറക്ഷൻസ് ഒന്നും വരുത്താതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ ചില കേസിൽ നമുക്ക് കിട്ടുന്ന ഡ്രോയിങ് വേറൊരാള് യൂസ് ചെയ്ത് കറക്ഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഇതിനകത്തുള്ള വാല്യൂസ് റൗണ്ട് ഓഫ് ചെയ്യുന്നുണ്ടാവും നിങ്ങള്, ചിലപ്പോൾ ചില ബാറുകൾ നിങ്ങൾ കണക്ട് ചെയ്യുമായിരിക്കും. സോ ഡീറ്റെയിലിംഗ് വരുന്ന അങ്ങനെ തന്നെയല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതിനുള്ള ചേഞ്ചസ് വരുത്തുമല്ലോ. ആ ചേഞ്ചസ് വരുത്തുമ്പോൾ മാക്സിമം നിങ്ങൾ ഓർത്തോഗണൽ മോഡ് ഓൺ ചെയ്ത് വെക്കുക, സ്നാപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഡ്രോയിങ്
പ്രോപ്പർ ലൈൻസ് ആയിരിക്കും, സ്കാൻ ആവും എല്ലാം. അല്ലെങ്കിൽ എന്ത് പറ്റും, ലൈനിന് എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന ലൈൻ ചരിവോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് കണക്റ്റഡ് അല്ല, ജോയിന്റ് അല്ലെങ്കിൽ ഇത് സ്കാൻ ആവത്തില്ല, നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കിട്ടുന്നത് തെറ്റിപ്പോകും. അങ്ങനെ കുറച്ച് ഫോർമാറ്റിംഗ് കറക്ഷൻസ് ഒക്കെ ചെയ്ത് ഇവിടെ ഒരു ഡ്രോയിങ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു കോപ്പി ഞാൻ എടുക്കും. അതിന് ഇത്രയും കൂടി ടൈം എടുക്കുവേ, ഒരു 45 ആവുമ്പോൾ നിർത്താം. ഓക്കെ, ഇതിനകത്ത് ബോട്ടം ബാറിന്റെ പോർഷൻ ഞാനിപ്പോൾ സ്കാൻ ചെയ്യാൻ പോകുന്നത്. സ്കാൻ ഡ്രോയിങ് എടുക്കുക, ഓട്ടോക്യാഡ് ഫയൽ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് വെക്കുക. ഒന്നിൽ കൂടുതൽ ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചാൽ എന്താ പറ്റുമെന്നറിയോ, സോഫ്റ്റ്വെയറിന് ഏത് ഫയലായിട്ടാണ് കണക്ട് ചെയ്യുന്നത് കൺഫ്യൂഷൻ ആവും. ഓട്ടോക്യാഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എപ്പോഴും സോഫ്റ്റ്വെയർ ഓൺ ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ ഓൺ ആകുമ്പോൾ ഇതിനകത്ത് ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഓട്ടോക്യാഡ് ഫയൽ ഓപ്പൺ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് അതിനകത്ത്. അപ്പൊ അത് സോഫ്റ്റ്വെയർ ആയിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും, പിന്നെ എറർ ഒന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ കുറെ എറർ അടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഒന്നിൽ എല്ലാം ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണം. സോ അത് അവോയ്ഡ് ചെയ്യാൻ, പ്രോപ്പർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഓട്ടോക്യാഡ് ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ സോഫ്റ്റ്വെയർ ഓൺ ചെയ്യുക. ഓക്കെ, ഇനി ഇത് സെലക്ട് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് എൻ്റർ. ഇവിടെ ഒന്നും മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണത്തില്ല. മാറുന്നത് കാണണമെങ്കിൽ ഇവിടെ വന്ന് നോക്കണം. സോഫ്റ്റ്വെയറിന്റെ ഇതിനകത്ത് റൺ ചെയ്യുന്നത് കാണാം നമുക്ക്. ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഡയലോഗ് ബോക്സ് വരും. അതൊരിക്കലും വെയിറ്റ് ചെയ്ത് കൈ കെട്ടിയിരുന്ന് ഇത് കാണോ, ഫോണിൽ കളിക്കോ, എന്ത് വേണേലും ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ വെയിറ്റ് ചെയ്യാം. ഇൻ കേസ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇതിനകത്ത് റെഡ് കളറിൽ ഫുൾ ലൈൻ ഹൈലൈറ്റ് ആവും. ഒരു പ്രശ്നമില്ലെങ്കിൽ നല്ല വൈറ്റ് കളറിൽ ആഷ് കളറിലും കളർ ചെയ്ത് വരും. അല്ലെങ്കിൽ ഇവിടെ റെഡ് കളർ ഇടിക്കും, അത് എററാണ്. ഒന്നില്ലെങ്കിൽ ബാറിന്റെ ലെങ്ത് കൂടുതലാണ്, ബാറിന്റെ ഷേപ്പ് പ്രശ്നമാണ്, അങ്ങനെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അവിടെ അടിക്കും. അല്ലെങ്കിൽ ഈ പ്രോസസ്സ് തന്നെ സ്റ്റോപ്പ് ആയിട്ട് ക്ലോസ് ആയി പോകും. ഓക്കെ, ഇങ്ങനെയുള്ള എറർ കണ്ടാൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ആ എറർ എനിക്ക് അയച്ചു തരാം, എന്താണ് അതിന്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. പല കാര്യങ്ങളും നമുക്ക് ഡ്രോയിങ്ങിലെ കറക്ഷൻസ് വെച്ചാൽ തന്നെ സോൾവ് ചെയ്യാവുന്നത് തന്നെയാണ്. അല്ല, ചില കേസിൽ സോഫ്റ്റ്വെയറിന്റെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. അപ്പൊ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് എറർ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് അപ്പം തന്നെ എടുക്കുക, എനിക്ക് അയച്ചു തരാം. ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാൻ പാടാത്ത ആൾക്കാരാണെങ്കിൽ എല്ലാ സിസ്റ്റത്തിലും സ്നിപ്പ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. ഇപ്പൊ ചില കീബോർഡിൽ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ കിടക്കുന്നുണ്ടാവില്ല, അതിന് സ്നിപ്പ് ടൂൾ എടുത്താൽ മതി. ഇൻബിൽഡ് ആണ്, എല്ലാ സിസ്റ്റത്തിലും ഇപ്പൊ വരുന്നുണ്ട്. ഈ ടൂൾ എടുത്തിട്ട് ന്യൂ എടുത്ത് നിങ്ങൾക്ക് സ്നിപ്പ് എടുക്കാം. ഉണ്ടോ, ഇത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നേരെ വാട്സപ്പ് എടുത്ത് എനിക്ക് അയക്കാം. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഈ കാര്യം ഞങ്ങൾ സോഫ്റ്റ്വെയർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സോഫ്റ്റ്വെയർസിൽ എന്ത് ബഗ് ഉണ്ടെങ്കിലും അത് അറിഞ്ഞ് കറക്റ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിൽ എറർ അല്ലെങ്കിൽ ബഗ് റിപ്പോർട്ട് ചെയ്യാം, ഞങ്ങൾ കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇത് BVS സ്കാൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുവരാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോക്യാഡിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ എക്സലിലേക്ക് കൊണ്ടുവരാം. എക്സലിലേക്ക് കൊണ്ടുവരുന്നതിന്റെ മെയിൻ ഐഡിയ എന്ന് വെച്ചാൽ നമുക്കത് സൈറ്റിലേക്ക് കൊടുക്കുമ്പോഴേ 8mm കമ്പി 10mm കമ്പി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട്, സോറി ഞാൻ ഇടയ്ക്ക് വേറെ വിൻഡോ ഓപ്പൺ ചെയ്തു. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് വെച്ച് എളുപ്പം എക്സലിനകത്ത് നമുക്ക് എളുപ്പം സോർട്ട് ചെയ്തെടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് നേരെ ഓട്ടോക്യാഡിൽ കൊണ്ട് പ്രിന്റ് ചെയ്താൽ അതിനും വെയിറ്റ് വരും കേട്ടോ. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒന്ന് മാറ്റിയിട്ടുണ്ട് BVSന്. മുന്നേ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നമ്മളത് ആഡ് ചെയ്തേക്കുക. എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നേരെ എക്സൽ ഓപ്ഷൻ വെച്ചിട്ട് എക്സ്പോർട്ട് വെക്കാൻ മതി. ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് ഓട്ടോക്യാഡിലേക്ക് എടുത്ത് കാണിച്ചു തരാവേ. സോ ഇത് ഡ്രോപ്പ് ഡൗൺ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് A എന്ന് ടൈപ്പ് ചെയ്ത് ഓട്ടോക്യാഡ് ഓപ്ഷൻ സെലക്ട് ആവും. പിന്നെ എക്സ്പോർട്ട് കൊടുക്കുക, ഓട്ടോക്യാഡിൽ വരാം, ജസ്റ്റ് ഇതിന്റെ സൈഡിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് കണ്ട് പേടിക്കണ്ട കേട്ടോ, നമ്മൾ ഡയമെൻഷൻ സ്റ്റൈൽ ആദ്യമേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ വരത്തില്ല. ഞാൻ ആ സ്റ്റൈൽ സെറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഇങ്ങനെ വന്നേക്കുവാണ്. ഇതിങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇത് വൺസ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം. അതുണ്ടോ, ഇവിടെ 2 നമ്പറുണ്ട്, അതായത് 2 ബാറുണ്ട്, 2 ഡിഫറെന്റ് സൈസ് ബാറുണ്ട്, അതിന്റെ നമ്പറായി കാണുന്നത്. അങ്ങനെ എല്ലായിടത്തും സ്കാൻ ആയോ, എല്ലാത്തിനും ബാർ മാർക്ക് വന്നോ നോക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും, ആ ബാറിന്റെ ക്വാണ്ടിറ്റി കയറത്തില്ല. ഇതിൽ ഭാഗ്യവശാൽ എല്ലാം സ്കാൻ ആയതുകൊണ്ട്. സ്കാൻ ആയില്ലെങ്കിൽ നമ്മൾ ഈ റെഗിബാർ ഒന്നും കൂടി വരച്ചൊക്കെ നോക്കും, നോഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കും. ഡയമെൻഷൻ സ്കാൻ ആയ ഒരു ഡയമെൻഷന്റെ കോപ്പി ഇതിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് അത് വെച്ച് കറക്റ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ സ്ട്രക്ചർ ഒന്നും വരുമ്പോൾ ചിലപ്പോൾ ഈ ഡ്രോയിങ്ങിൽ ഈ ബാറൊന്നും ഉണ്ടാകത്തില്ല, നമ്മൾ വരച്ചു കൊടുക്കേണ്ടി വരും. അതാണ് നേരത്തെ പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കറക്ഷൻസ് ചെയ്യണം എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം? ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഡയമെൻഷൻ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ മാറ്റിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് അതിന്റെ ആരോന്റെ സൈസ് അതുപോലെ തന്നെ സ്റ്റൈലൊക്കെ മാറ്റി 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 അങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഇത് ഓൾറെഡി ആഡ്സ് പ്രോ നമ്മൾ ജനറേറ്റ് ചെയ്ത ഫയൽ ആയതുകൊണ്ട് ഇൻബിൽഡ് ആയിട്ടുള്ള നമ്മളുടെ ലെയേഴ്സും അതിന്റെ ഡയമെൻഷൻ പ്രോപ്പർട്ടീസും ഇതിനകത്ത് കയറി വരും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈൽ ഡിഫൈൻ ചെയ്തിട്ട് ആ സ്റ്റൈലിൽ നിങ്ങൾക്ക് ഇത് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇത്രയുള്ള പരിപാടി. ഞാൻ നേരത്തെ പറഞ്ഞ വെയിറ്റ് ഡീറ്റെയിൽസിനകത്ത് വരുന്നത് അതിപ്പോ വരുന്നത് ഇങ്ങനെയാണ്. ഇത് ക്രോസ് കട്ട് ചെയ്ത് കളഞ്ഞത് തെറ്റായതുകൊണ്ടല്ല, സോറി. അതിന്റെ മേലില് ആ ലൈൻ വരുന്നതാ. ടോട്ടൽ വെയിറ്റും വരും, ഓരോ ഇൻഡിവിജ്വൽ ബാറിന്റെ വെയിറ്റും കിട്ടും നിങ്ങൾക്ക്. ഇത് വേണമെങ്കിൽ ഓട്ടോക്യാഡ് നേരെ പ്ലോട്ട് ചെയ്ത് നിങ്ങൾക്ക് PDF ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നേരെ എക്സലിൽ നിന്ന് നിങ്ങൾക്ക് അത് പ്ലോട്ട് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പോർട്ട് എടുക്കാം. പക്ഷെ ഫൈനൽ നിങ്ങൾ ഡ്രോയിങ് കൊടുക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവണം. എന്ത് കമ്പനി എവിടെ കിടക്കുന്നു അവർക്ക് മനസ്സിലാവണമെങ്കിൽ അതിന്റെ സെക്ഷനും പ്ലാനും വെക്കുക, അതിൽ മാർക്ക് ചെയ്യുക, എന്നിട്ട് സൈഡിൽ BBS വെച്ച് കൊടുക്കുക. ഈ ഒരു ഫോർമാറ്റിൽ അവർക്ക് കൊടുക്കുന്നെങ്കിൽ സ്ട്രക്ചർ ഡ്രോയിങ് ഒരു കയ്യിൽ, BBSന്റെ ഷെഡ്യൂൾ ഒരു കയ്യിലായിട്ട് ഇരുന്ന് അവർ നോക്കേണ്ട ആവശ്യം വരത്തില്ല. അവർക്ക് എല്ലാം അറ്റ് ലുക്ക് ഡ്രോയിങ് തന്നെ കിട്ടും. അങ്ങനെ ക്ലിയർ ആയിട്ട് ഏതൊരു പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന, ഒത്തിരി വലിയ ഷീറ്റ് സൈസ് വെച്ചാലും അവർക്ക് പ്രിന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വലിയ പ്രൊജക്ട്സിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചെറിയ പ്രൊജക്ട്സിലൊക്കെ പറ്റുന്നതും A3 സൈസിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ പ്രിന്റ് ചെയ്യാം. അതെങ്ങനെ മനസ്സിലാവും? നിങ്ങളുടെ സ്ക്രീൻ യൂഷ്വലി A4 സൈസിന് അടുത്തുള്ള ഒരു സൈസ് ആയിരിക്കും. ഒരു A4 പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സ്ക്രീനിന്റെ മേളിൽ വെച്ച് നോക്കാം. ഏകദേശം ആ സൈസിന്റെ ഡബിൾ ആണ് ഇത്രയും. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഹാഫ് വേ സൂം ചെയ്ത് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രിന്റിലും അത് വായിക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. ഇത്രയാണ് BBS ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ. ഇതിൽ നമ്മൾ ആകെ 5 മിനിറ്റ് എടുത്തുള്ളൂ ഇതിനകത്തൊരു BBS ചെയ്തെടുത്തു. ഇത്രയും സിംപ്ലിഫൈ ആ. ഞാൻ ആദ്യത്തെ 20 മിനിറ്റ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത വലിയ BBSന്റെ കഥ ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ആഡ്സ് പ്രോ നിങ്ങൾക്ക് വരുന്ന പവർ. ഓക്കെ, ഇതുപോലെ BBS ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ബട്ട് എനിക്കിഷ്ടം പേഴ്സണലി ഇതാണ്. കാരണം വെച്ചാൽ ഇതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ നമ്മുടെ പകുതി കറക്ഷൻസ് അവിടെ ഒഴിവായി. അത് കഴിയുമ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞു ഇത് സ്ട്രക്ചർ ഡ്രോയിങ്ങിൽ ആയതുകൊണ്ട് ഇങ്ങനെ കുറെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് ഡീറ്റെയിൽ ചെയ്തെടുക്കുന്ന ഡ്രോയിങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൽ എനിക്ക് കമ്പി ഉണ്ടാവും. അപ്പൊ എനിക്ക് അതിനെ ഡയറക്റ്റ് സ്കാൻ ചെയ്താൽ വേറെ 5 മിനിറ്റിനുള്ളിൽ ഒരു BBS കിട്ടും. ഇതിപ്പോ ചെറിയ ബിൽഡിംഗ് ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇതിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള ബിൽഡിംഗ് ആണെങ്കിലും 10 മിനിറ്റ് താഴെ നിങ്ങൾക്ക് ആ BBS ഷെഡ്യൂൾ കിട്ടും. ആകെ 10 മിനിറ്റ് എടുക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാ നമ്മുടെ ഇന്ത്യയിൽ 90% സൈറ്റിൽ BBS യൂസ് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ബിക്കോസ് അവർക്ക് ഈ സോഫ്റ്റ്വെയറെ കുറിച്ച് അറിയാൻ പാടില്ല. ഇത് വാങ്ങാനുള്ള പൈസ അവർക്ക് നഷ്ടമായിട്ടാണ് വിചാരിക്കുന്നത്. പക്ഷെ ആക്ച്വലി നിങ്ങൾ ഒരു BBS സൈറ്റിലിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, യൂഷ്വലി എക്സലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ 4 5 ദിവസങ്ങളാണ് ഈ ഒരൊറ്റ എക്സൽ എടുക്കാൻ. ഞാനിപ്പോ ഈ എടുത്ത സ്ലാബ് തന്നെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒരു 3 4 മണിക്കൂർ ഇരുന്ന് നിങ്ങൾ കുത്തിയിരുന്ന് ഓരോ ഡയമെൻഷനും പോയി മെഷർ ചെയ്ത്, ഓട്ടോക്യാഡ് ഫയൽ ഉണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലെങ്ത് എടുക്കാം. ഓട്ടോക്യാഡ് ഫയൽ ഇല്ലാത്ത സിറ്റുവേഷനിൽ എന്തായിരിക്കും? അപ്പൊ ഓരോന്നിന്റെ ലെങ്ത് സ്ലാബിന്റെ സൈസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ സൈറ്റിലിരുന്ന് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പണിയാണ്. ഈ സെയിം ഫയല് ഒരു ദിവസം ഇരുന്ന് പണി ചെയ്യുമ്പോൾ ആ എഞ്ചിനീയറിന് കിട്ടുന്ന സാലറി നിങ്ങളിപ്പോ വിചാരിക്കുക പെർ ഡേ 1000 rupees നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒരു ഫുൾ ഡേ നിങ്ങൾ ചെയ്തെടുക്കുന്ന ഈ പണി വെറുതെ ഞാൻ ജസ്റ്റ് 5 മിനിറ്റ് ചെയ്തിട്ട് ബാക്കി ഫുൾ ഡേ ഞാൻ വെറുതെ ഇരിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ എനിക്ക് അറ്റ് എ ടൈം ഒരു 10 പ്രൊജക്റ്റിന്റെ BBS ചെയ്യാൻ പറ്റും. സോ എനിക്ക് 10 പ്രൊജക്റ്റിൽ നിന്ന് 1000 രൂപ വെച്ച് കിട്ടുമ്പോൾ 10,000 രൂപ എനിക്ക് ഒരു ദിവസം ഇൻകം കിട്ടും. മനസ്സിലായോ? ആ ഒരു സ്കെയിൽ ഡിഫറൻസ് വരും നമ്മൾ സോഫ്റ്റ്വെയർ വെച്ച് BBS ചെയ്യുമ്പോൾ. പിന്നെ ആക്യുറസിയുടെ കാര്യം വേറെ. നമ്മൾ മാനുവലി ചെയ്യുന്നേക്കാൾ കൂടുതൽ ആക്യുറസിന് നമുക്ക് സോഫ്റ്റ്വെയർ വെച്ച് എടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ സ്ലാബ് BBSനെ റിലേറ്റീവ് എനിക്ക് പറയാനുണ്ടായിരുന്നേ. അപ്പൊ നിങ്ങൾ നേരത്തെ ചെയ്ത ഡീറ്റെയിലിംഗ് വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഡീറ്റെയിലിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം BBS അപ്പൊ തന്നെ ആ ആഡ്സ് പ്രോ ക്ലോസ് ചെയ്യുന്ന മുന്നേ തന്നെ BBS ഒന്ന് എടുത്തു നോക്കുക. ഇതിനൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റീൽ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് എന്ന രീതിയിൽ ഇത് മാറും. അതായത് ഇത്ര ഏരിയ ഉള്ള ഒരു സ്ലാബ്, അതിന്റെ വോളിയം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. ഏരിയ ഇൻറ്റു തിക്നെസ് ചെയ്താൽ വോളിയം കിട്ടും. ഈ ഒരു വോളിയം ഡിവൈഡ് ബൈ സ്റ്റീൽ ക്വാണ്ടിറ്റി എത്ര kg/m³ ആണ് എന്ന് വരും. അത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. യൂഷ്വലി നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ബിൽഡിങ്സിന്റെ ഇത്ര ഏരിയയിലാണ് വരുന്നതെങ്കിൽ ഇത്ര റേഞ്ചിലാണ് കമ്പി വരാം എന്നൊരു
മിക്ക കമ്പനികൾക്കും ഉണ്ടാവും. ഇപ്പൊ ഞങ്ങളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 60 to 80 kg അല്ല 60 to 70 kg ഇൻ ബിറ്റ്വീൻ ഒക്കെയാണ് നമുക്ക് യൂഷ്വലി സ്ലാബിന് kg/m³ ആണ് യൂഷ്വലി സ്ലാബിന് കമ്പിക്ക് വേണ്ടി വരിക. അപ്പൊ അത് നിങ്ങളുടെ പ്രോജക്റ്റ് എത്രത്തോളം എക്കണോമിക് ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. സോ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ നിങ്ങൾ ചെയ്ത ഡിസൈൻ ഓവർ ഇൻഫോഴ്സ്ഡ് ആണോ, എക്കണോമിക് ആണോ, അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും വേസ്റ്റേജ് വരും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഡിസൈൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്ന് ഇത്രയും പറയുന്നുള്ളൂ. ഇത് ഒറ്റയടിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. സോ പറ്റുന്നതും ഈ റെക്കോർഡിങ് ഒന്നും കൂടി കേട്ട് നോക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ ഇൻഡെപ്ത് മനസ്സിലാവും. ആക്ച്വലി BBS ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള വർക്ക് താല്പര്യമുള്ളവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ലതായിട്ട് പ്രോമിസിങ് ആൻഡ് പേയിങ് ആയിട്ടുള്ള ഒരു ജോബാണ്. പക്ഷെ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ റിസ്ക്കും ഉണ്ട് അതിന്. BBS ചെയ്യാൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, സ്ട്രക്ചർ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. BBS മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്, സ്ട്രക്ചർ ഡിസൈനിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ BBSനുള്ള ഫയൽ വേണം എന്ന് പറഞ്ഞ് എനിക്ക് റിക്വസ്റ്റ് മെയിൽ അയച്ചാൽ അതിന് ഞാനൊരു ഫയൽ അയച്ചു തരാം. അത് വെച്ച് നിങ്ങൾക്ക് BBS ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്ലാബിന്, ബീമിന്, കോളത്തിന് അസൈൻമെന്റ്സ് ഉണ്ടാവും. കോളം ഞാൻ യൂഷ്വലി ഫോഴ്സ് ചെയ്യാറില്ല. സ്ലാബ് ആൻഡ് ബീമാണ് മെയിൻലി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാറ്. ഒരു ട്രെയിനിങ് ലെവലിൽ അത്രയും നിങ്ങൾ ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് സക്സസ് ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നൊരു കാര്യം, ഈ ഒരു ടൈം നിങ്ങൾക്ക് ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുന്നവരേക്കും നമുക്ക് ഈ 7 o'clock ക്ലാസ് എടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ? ജസ്റ്റ് നിങ്ങൾ തമ്മിലൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയണേ. കാര്യം എനിക്ക് കൂടുതൽ കൺവീനിയന്റ് ആയിട്ട് തോന്നിയതാണ്. ഞങ്ങൾ എഞ്ചിനീയേഴ്സിന് എല്ലാവർക്കും ഒരു ടൈമിലാണെങ്കിൽ ഓക്കെ ആണ്. കുറച്ച് ലേറ്റ് ആയി കഴിയുമ്പോൾ പലർക്കും അത് ഓക്കെ അല്ല. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറഞ്ഞു വരും. നേരത്തെ തീരുന്നല്ലേ നല്ലത്. സോ അത് ഓക്കെ ആണെങ്കിൽ അതും പറയണേ. അതായത് 3 to 5 ഇടയിൽ അല്ലെങ്കിൽ 5 to 7 ഇടയിൽ ഏതെങ്കിലും ടൈം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ആ ടൈം പറയുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സസ് അറേഞ്ച് ചെയ്യാൻ പറ്റും ഈ ഒരു വെക്കേഷൻ ടൈമിൽ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ്സസ് തുടങ്ങുമ്പോൾ പഴയതുപോലെ 8:30 നമുക്ക് ക്ലാസ്സസ് വെക്കാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. ഈ വീഡിയോ ഒന്നും കൂടി കേട്ട് പഠിക്കാൻ നോക്കുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പല കാര്യങ്ങളിലും.